വെൽക്കം ബാക്ക് ടു സെനി ടോക്സ്. ഞാൻ സെനീറ മീത്തിലെ. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഷോക്കിലാണ് നമ്മളെല്ലാവരും. 2025 തുടക്കത്തോടെ നിരന്തരം നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ കൊലപാതകങ്ങളുടെയാണ്. രക്ഷിതാക്കൾ മക്കളെ കൊല്ലുന്നു, മക്കൾ രക്ഷിതാക്കളെ കൊല്ലുന്നു, കാമുകൻ കാമുകിയെ കൊല്ലുന്നു, കാമുകി കാമുകനെ കൊല്ലുന്നു. അങ്ങനെ ഉറ്റവരെയും ഉടയവരെയും കൊന്നു തള്ളുന്ന വാർത്തകളാണ് നമ്മൾ കുറച്ച് നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ മനുഷ്യർക്കൊക്കെ സംഭവിച്ചത്? എല്ലാവരുടെയും മനുഷ്യത്വം മരവിച്ചു പോയോ എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു സമയമാണ്. അമിതമായ ലഹരി ഉപയോഗം മൂലമോ വീഡിയോ ഗെയിമുകളുടെ അമിത ഉപയോഗമോ എന്താണ് കൂടുതൽ വയലൻസ് ഉള്ള സിനിമകളുടെ നിരന്തരം വാച്ച് ചെയ്യുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ് ഈ മനുഷ്യരുടെ മനസാക്ഷി മരവിച്ചു പോയി ഉറ്റവരെയും ഉടയവരെയും കൊന്നു തള്ളുന്നതിലേക്ക് എത്തുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന കൂട്ടക്കൊലപാതകത്തിൽ അഫാൻ എന്ന പയ്യൻ സ്വന്തം സഹോദരനെയും മുത്തശ്ശിയെയും ബാപ്പയുടെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയെയും കൊലപ്പെടുത്തുകയും അമ്മ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പയ്യൻ കൊടുത്ത മൊഴിയിൽ ബാപ്പയ്ക്ക് കുറെ കടങ്ങളുണ്ട്. സൗദി അറേബ്യയിൽ ബാപ്പ ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഫലമായി കടക്കെണിയിൽപ്പെട്ടു എന്നും അദ്ദേഹം അവിടെ ട്രാവൽ ബാൻ ഉണ്ട് എന്നും 7 വർഷമായി നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല എന്നും അതുകൊണ്ടാണ് ഞാൻ ഈ കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുമുള്ള മൊഴി കൊടുത്തു എന്നറിയാൻ കഴിഞ്ഞു. കടക്കെണിയിൽ അകപ്പെട്ട ഒരുപാട് ഫാമിലികളുണ്ട്. ബിസിനസ് ചെയ്തതിൻ്റെ ഫലമായി മറ്റും ഒരുപാട് കടക്കെണിയിൽപ്പെട്ട് വിദേശ രാജ്യങ്ങൾ കുടുങ്ങിപ്പോയ എത്രയോ ആളുകളുണ്ട്. പക്ഷെ ആ കടക്കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ ഇവൻ തിരഞ്ഞെടുത്ത മാർഗമോ അതിനൊരു പരിഹാരമാണോ? ഒരിക്കലുമല്ല. പക്ഷെ അത് വെറുതെ പറയുന്ന ഒരു കാരണമാണെന്നാണ് തോന്നുന്നത്. ചില ആളുകൾ പറയുന്നുണ്ട് കാമുകിയെ വീട്ടുകാർ സ്വീകരിക്കാത്തതിന് പ്രതിഷേധിച്ച് ഇതിനെതിരെ നിന്ന ആളുകളെ കൊലപ്പെടുത്തിയതാണ് എന്നും പറയുന്നുണ്ട്. എന്താണ് സത്യം എന്നുള്ളത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ നമുക്കതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ ഇത് നാടിനെ നടുക്കിയ ഒരു കൊലപാതകമാണല്ലേ. അത്രയേറെ നല്ല അഭിപ്രായമാണ് ആ ഫാമിലിയെക്കുറിച്ചും ഈ പയ്യനെക്കുറിച്ചും ആ നാട്ടുകാർ എല്ലാവരും പറയുന്നത്. അത്ര പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ഇതുവരെ നല്ല ഒരു ഇമേജോട് കൂടി വളർന്ന കുട്ടികളാണെന്നാണ് പറയുന്നത്. പക്ഷെ പെട്ടെന്ന് ഇതുപോലൊരു ആക്രമണത്തിലേക്ക് ഈ പയ്യൻ എത്താൻ എന്താണ് കാരണം? എൻ്റെ അരുമയായ അനിയനെയും അത്രയും പ്രായം ചെന്ന മുത്തശ്ശിയെയും ഒക്കെ അതും ക്രൂരമായ രീതിയിൽ കൊന്നു തള്ളാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ പയ്യൻ എത്തിയത് എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. അമ്മയ്ക്ക് ബോധം വന്നപ്പോൾ കട്ടിൽ നിന്ന് താഴെ വീണാണ് അപകടം പറ്റിയതെന്ന് പറഞ്ഞു എന്ന് ചാനലുകളിലൂടെ അറിയാൻ കഴിഞ്ഞു. പക്ഷെ അത്രത്തോളം തന്നെ മർദ്ദിച്ച മകനെ സുരക്ഷിതയാക്കാനാണ് ആ അമ്മ ശ്രമിക്കുന്നത്. എല്ലാ അമ്മമാരും അങ്ങനെയാണല്ലേ. എത്രത്തോളം തന്നെ ദ്രോഹിച്ചാലും എത്രത്തോളം ഇതാക്കിയാലും മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എല്ലാ അമ്മമാരും ശ്രമിക്കുന്നത്. പക്ഷെ നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് തിരുത്താനും അവരെ പറഞ്ഞ് ഉപദേശിക്കാൻ നമ്മൾ ശ്രമിക്കണം. അവർ ചെയ്ത ഒരു തെറ്റ് മറ്റുള്ളവരുടെ മുന്നിൽ അവരെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ, ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ അവരെ ന്യായീകരിക്കുമ്പോൾ അവർക്ക് മുന്നോട്ട് വലിയ വലിയ തെറ്റുകൾ ചെയ്താലും രക്ഷിതാക്കൾ തങ്ങളെ ന്യായീകരിക്കാൻ ഉണ്ടാവുമെന്നുള്ള ഒരു ബോധം അവരിലേക്ക് വളരുകയും അവർ കൂടുതൽ തെറ്റുകളിലേക്ക് പോവുകയും ചെയ്യും. ചില രക്ഷിതാക്കളുണ്ട് മക്കളോടുള്ള അമിതമായ സ്നേഹം കാരണം അവർ പറയുന്നത് എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുകയും അവർ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ മറ്റുള്ളവരുടെ മുന്നിൽ ന്യായീകരിച്ച് സംസാരിക്കുകയും ചെയ്യും. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഈ കാലഘട്ടം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാരെക്കുറിച്ചും അവർ പോയിക്കൊണ്ടിരിക്കുന്ന വഴികളെക്കുറിച്ചും നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഒരു മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ആ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇയാൾ മദ്യപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് പല മറ്റുള്ള ലഹരികൾ
ൾക്ക് അടിമയായി കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഒരു തരത്തിലും അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ്. ഈ കുട്ടികളുടെ എന്തെങ്കിലും ഒരു ഇഷ്ടത്തിന് പേരൻസ് എതിർ നിൽക്കുമ്പോഴേക്കും വയലൻസ് ആവുന്ന കുട്ടികളാണിപ്പോൾ. അവരുടെ ഫോണൊന്ന് പിടിച്ചു വാങ്ങി വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വല്ലാത്ത വയലൻ്റ് ആയിട്ട് പ്രതികരിക്കുന്ന കുട്ടികളാണെന്ന് കൂടുതലും കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളെ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും അറിഞ്ഞു തന്നെ അവരെ വളർത്തുക എന്നാണ്. ഈ ബാപ്പയുടെ കടബാധ്യത മൂലമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ബാപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നല്ല രീതിയിലുള്ള ഫെസിലിറ്റി തന്ന് നല്ല സാഹചര്യങ്ങളിൽ നമ്മളെ വളർത്തുമ്പോൾ നമ്മൾ അത് സ്വീകരിക്കുന്നതും അനുഭവിക്കുന്നതും പോലെ തന്നെ അവർക്കൊരു മോശം സാഹചര്യങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ അതും നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുട്ടികൾ അത് മനസ്സിലാക്കി തന്നെ വളരണം. നമുക്ക് പേരൻസിന് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ അവരെ കൂടെ നിന്ന് നമ്മൾ അത് അനുഭവിച്ചേ പറ്റൂ. കാരണം അവരുടെ നല്ല സമയങ്ങൾ നമുക്ക് വേണ്ടി ചെലവാക്കുമ്പോൾ അവരുടെ മോശം സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യത തന്നെയാണ്. അത് ഇത്രയേറെ ഓമനിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയ മകൻ ഈ സാഹചര്യത്തിൽ ബാപ്പയ്ക്ക് താങ്ങും തണലുമായി അമ്മയ്ക്കും അനിയനും സംരക്ഷണം നൽകേണ്ട മകനാണ് അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ഒരിക്കലും നമുക്ക് അത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഈ അനിയനെ പോലും മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന് പറയുമ്പോൾ എത്രത്തോളം പൈശാചികമായ മനസ്സാണ് ആ പയ്യൻ ഉണ്ടായിരുന്നത്. പെട്ടെന്നുള്ള ഒരു പ്രലോഭനത്തിൻ്റെ പേരിൽ നടന്ന, പെട്ടെന്നൊരു ഇതുകൊണ്ട് നടന്ന സംഭവമാണെങ്കിൽ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് മറ്റൊരു വീട്ടിൽ പോയി മുത്തശ്ശിയും അവിടെ നിന്ന് ബാപ്പയുടെ സഹോദരൻ്റെ വീട്ടിലും എത്തിയിട്ടാണ് കൊലപാതകം ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം ആലോചിച്ച് പ്ലാൻ ചെയ്ത കൊലപാതകമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ പ്രവാസിയും എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് തൻ്റെ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. നല്ലൊരു ഭക്ഷണം കഴിക്കാതെ, നല്ലൊരു ഡ്രസ്സ് യൂസ് ചെയ്യാതെ, അവർ ഉണ്ടാക്കുന്ന പണം സേവ് ചെയ്ത് ഭാര്യക്കായാലും മക്കൾക്കായാലും റിലേറ്റീവ്സിനായാലും അയച്ചു കൊടുത്ത് അവർ സുഭിക്ഷമായി ജീവിക്കുമ്പോൾ പല പ്രവാസികളും കുബൂസും തൈരും കഴിച്ച് ജീവിതം തള്ളി നീക്കുന്ന എത്രയോ പ്രവാസികളുണ്ട്. ഓരോ പ്രവാസികളും ഗൾഫിൽ വരുന്ന സമയത്ത് കുറേ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് നല്ല ലെവലിലേക്ക് പോകുന്നതല്ല. ഇന്ന് നല്ല ലെവലിലുള്ള എല്ലാ പ്രവാസികൾക്കും സ്റ്റാർട്ടിങ് കാലഘട്ടത്തിൽ ഒരുപാട് കഷ്ടപ്പാട് അവർ സഹിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും ചെറിയ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ ശരിക്കും ഭക്ഷണം കഴിക്കാൻ, ഒന്നാമത്തെ അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് വന്ന് ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് കഴിക്കാനുള്ള ഒരു സമയം അവർക്കുണ്ടാവില്ല. സമയമുള്ളവരാണെങ്കിൽ അവർക്ക് ക്യാഷ് ഉണ്ടാവില്ല. കാരണം സാധനങ്ങൾക്കൊക്കെ അത്രയും വിലയാണ്. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി അപ്പോൾ ചിലവ് ചുരുക്കാൻ വേണ്ടി നമ്മളുടെ ഭാര്യക്കും മക്കൾക്കും ബന്ധുക്കളും നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി അത്രയും പണം നമ്മളിവിടെ സ്പെൻഡ് ചെയ്താൽ അവർക്ക് അയച്ചു കൊടുക്കാൻ പണം ഉണ്ടാവില്ല എന്നുള്ള കാരണം കൊണ്ട് കുബൂസും തൈരും കഴിക്കുന്ന എത്രയോ പ്രവാസികളെ നമുക്കറിയാമില്ലേ. അത്രത്തോളം കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയെടുത്ത് അവർ ഒരു നിലയിലെത്തുമ്പോൾ ഞങ്ങൾക്കൊരു താങ്ങും തണലും ആവുമെന്ന് കരുതുന്ന പേരൻസിനെ ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഉപദ്രവം ചെയ്യാതിരിക്കുകയെങ്കിലും ഇത് എന്നെ കേൾക്കുന്ന ഓരോ മക്കളും ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് മാതാപിതാക്കൾക്ക് വലിയ ഉപകാരങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കുക, അവരുടെ ജീവൻ എടുക്കാതിരിക്കുക എന്ന് മാത്രമാണ് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുകയാണ് ഇത് കാണുന്ന ഓരോ കുട്ടികളോടും. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ സ്നേഹത്തിൻ്റെ പേരിൽ, പ്രേമത്തിൻ്റെ പേരിൽ കാമുകൻ വിളിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ പ്രായത്തിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയല്ലാതെ ഈ പ്രേമത്തിൻ്റെ പേരിൽ ആൺകുട്ടികൾ വിളിക്കുന്ന സ്ഥലത്ത് അവരുടെ കൂടെ ചുറ്റിക്കറങ്ങി നിങ്ങളുടെ ജീവിതം നിങ്ങൾ സ്പോയിൽ ചെയ്യരുത്. കാരണം ഈ മരണത്തിലേക്ക് പോയ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ടാവും. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ
കാമുകന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊരു പെൺകുട്ടിയെ സ്നേഹിക്കുമ്പോൾ അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോവുകയല്ലാതെ അവരുടെ ജീവൻ എടുക്കാനോ അവരെ നശിപ്പിക്കാനോ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ ഈ മരണത്തിലേക്ക് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യം എന്താ? ആ കുട്ടി ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകളാണ്. എന്തൊക്കെ പ്രതീക്ഷകളോട് കൂടെയായിരിക്കും ആ കുട്ടിയെ ആ മാതാപിതാക്കൾ വളർത്തിയിട്ടുണ്ടാവുക. നിങ്ങൾ ആ കുട്ടിയെ മരണത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുമ്പോൾ എത്രത്തോളം തീരാവേദനയാണ് നിങ്ങൾ ആ കുട്ടിക്ക് കൊടുത്തത്. നിങ്ങൾ നല്ലൊരു ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിന് പകരം മരണമാണ് നിങ്ങൾ അവർക്ക് സമ്മാനമായി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു? എത്രത്തോളം വലിയൊരു വേദന ആ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ കാമുകന്മാർ വിളിക്കുമ്പോൾ അവരുടെ കൂടെ പോവാൻ രക്ഷിതാക്കളെ പറ്റിച്ച് അവരോട് കള്ളം പറഞ്ഞു പോകുന്ന ഓരോ പെൺകുട്ടികളും ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. തങ്ങളുടെ രക്ഷിതാക്കളെക്കാൾ വലുതല്ല, അമ്മയെക്കാളും ബാപ്പയെക്കാളും വലുതല്ല. ഇന്നലെ കണ്ട ഒരു പയ്യൻ, ആൺകുട്ടികൾ അവരുടെ പഞ്ചാര വാക്കിൽ മയങ്ങി ഇറങ്ങി പുറപ്പെടുമ്പോൾ ചിന്തിക്കാൻ തങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയ ബാപ്പയെയും ഉമ്മയെയും ധിക്കരിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള വഴികളിലേക്ക് പോകരുത്. നിങ്ങൾക്ക് സമയമാവുമ്പോൾ, നിങ്ങളുടെ പഠനം കഴിഞ്ഞ് നിങ്ങളൊരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള സമയമാകുമ്പോൾ നിങ്ങൾക്ക് പറ്റിയൊരു പാർട്ട്ണറെ നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങൾക്ക് കണ്ടെത്തി തരിക തന്നെ ചെയ്യും. അഥവാ നിങ്ങൾക്ക് ഒരാൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേരൻസിനോട് പറഞ്ഞ് അതൊരു വിവാഹത്തിലേക്ക് എത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വിവാഹത്തിന് മുമ്പേ പേരൻസിൻ്റെ അനുമതി ഇല്ലാതെ ഈ കാമുകന്മാരുടെ പിന്നാലെ പോകുന്ന പെൺകുട്ടികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പല അപകടങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അപകടങ്ങളിലേക്ക് ചെന്ന് ചാടരുത്. മുമ്പൊക്കെ നമ്മൾ പറയായിരുന്നു, രാത്രികാലങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, അന്യരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതത്വമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വന്തം രക്ഷിതാക്കളെ, അമ്മയെ, ബാപ്പയെ, അനിയന്മാരെ, ഭാര്യയെ, ഭർത്താവിനെ, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരായിട്ട് ആർക്കും ഒന്ന് കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം. മുന്നോട്ട് ചിന്തിക്കുമ്പോൾ പേടി തോന്നുകയാണ്. എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റിലും നടക്കുന്നത്? അവനവൻ്റെ വീട്ടിൽ പോലും സുരക്ഷിതമായി നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ലോകമാണ്, എന്ത് നാടാണ്? എന്തുകൊണ്ടാണ് ഈ കൂടുതലൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മുമ്പ് നടക്കാറുണ്ട്. പക്ഷെ അത് ഇത് നിരന്തരമായി ഇത്തരം വാർത്തകളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഉറ്റവരെയും ഉടയവരെയും കൊന്നൊടുക്കുമ്പോൾ ഏത് രീതിയിലുള്ള മാനസികാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തേണ്ടേ. ഈ അമിതമായ ലഹരി ഉപയോഗമാണെങ്കിൽ അതിൻ്റെ ഒഴുക്ക് നിർത്തേണ്ട, അതിനൊരു തടയിടേണ്ട സമയം അതിക്രമിച്ചില്ലേ? ഭരണകൂടങ്ങളായാലും അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ശക്തമായ നിയമനിർമ്മാണം നടത്തി മുന്നോട്ട് പോവേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പൊതുജനങ്ങളും ബോധവാന്മാരാവേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇങ്ങനെ ഭയപ്പെട്ട് എത്ര കാലം നമുക്ക് മുന്നോട്ട് ജീവിക്കുക? സ്വന്തം മക്കളെ ഭയപ്പെടുക, സ്വന്തം ഭർത്താവിനെ പേടിക്കുക, സ്വന്തം രക്ഷിതാക്കളെ പേടിക്കുക. സ്വന്തം മക്കളെ പേടിച്ച് നമുക്ക് എത്ര കാലം ജീവിക്കാൻ കഴിയും? മക്കളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിഞ്ഞു തന്നെ വളർത്തുക. കൂടുതൽ പണം കൊടുത്ത് അവരാവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നടത്തിക്കൊടുത്ത് കുട്ടികളെ വഷളാക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ചില രക്ഷിതാക്കളുണ്ട്, കുട്ടികളെ കൂടുതൽ ഓമനിച്ച് കൂടുതൽ സ്നേഹിച്ച് ലോകത്തില്ലാത്ത എല്ലാ സാധനങ്ങളും അവരാവശ്യപ്പെടുമ്പോഴത്തേക്ക് വാങ്ങിച്ചു കൊടുക്കും. അവർക്ക് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. എങ്ങനെയാണ് ഈ പണം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് തങ്ങളുടെ പേരൻസ് തങ്ങളെ മുന്നോട്ട് നടത്താൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടോ? ഒരു കാര്യം കുട്ടികളുടെ മുന്നിൽ നിന്ന് പറയാതെ അവരൊരു കാര്യവും അറിയിക്കാതെ വളർത്തുന്ന എത്ര കൂടുതലും പ്രവാസികളാണ്. പ്രവാസികൾ കിട്ടുന്ന പണം നാട്ടിലേക്ക് അയക്കും. അവരുടെ ഭാര്യമായാലും മക്കളായാലും അവർ നല്ല രീതിയിൽ ലാവിഷായിട്ട് ജീവിച്ചു പോവുക. കുട്ടികൾ ഇഷ്ടംപോലെ പണം ദൂർത്തടിച്ച് ചെലവാക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും എന്നല്ല, പലരെയും നമ്മൾ അങ്ങനെ കാണാറുണ്ട്. പക്ഷേ ഈ ഗൾഫ് അത്ര നല്ല സാഹചര്യങ്ങളിലൂടെയൊന്നല്ല പലരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയേറെ കഷ്ടപ്പെട്ട് ഇവിടെ കൂടുതൽ സമയവും ജോലി ചെയ്ത് കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കാതെ അത്രയേറെ കഷ്ടപ്പെട്ടാണ് ഓരോ പ്രവാസികളും പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പണം അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാതെയാണ് മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ബന്ധുക്കൾക്കും വേണ്ടി അയച്ചു കൊടുക്കുന്നത്. പ്രവാസിയെ ഒരു കറവ പശുവായി കാണാതെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. കുട്ടികളായാലും പല ഫാമിലികളിലും അങ്ങനെ കാണുന്നത്, കുട്ടികൾക്ക് അമിതമായി പണം കൊടുത്ത് അമിതമായ നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊന്നും അവരെ അറിയിക്കാതെ വളർത്തുന്നത്. അത് ചെയ്യുന്നത് ഏറ്റവും വലിയ
വിഡ്ഢിത്തമാണ്. കുട്ടികളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിഞ്ഞു തന്നെ വളർത്തുക. അതേപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ഫ്രീഡത്തിന് നമ്മൾ എപ്പോഴും അവരുടെ മേലൊരു അവർക്ക് ഫ്രീഡം കൊടുക്കണ്ട എന്നല്ല, പക്ഷെ അവരുടെ മേലൊരു എപ്പോഴും ഉണ്ടായിരിക്കും. അവരുടെ കൂട്ടുകാരെക്കുറിച്ച്, അവർ ഏതൊക്കെ വഴികളിലൂടെ പോകുന്നു, അവരുടെ എപ്പോഴും നമ്മൾ അവരുടെ ചെറിയ ചെറിയ തെറ്റുകൾ അവഗണിക്കാതെ നമ്മൾ അതെപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് മുന്നോട്ട് എന്തെല്ലാം ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് നമ്മൾ ആർക്കും അറിയില്ല. നമ്മൾ എത്രത്തോളം കുട്ടികളെ നല്ല രീതിയിൽ വളർത്താൻ ശ്രമിച്ചാലും ഇതുപോലെ പുറമെയുള്ള കൂട്ടുകെട്ടുകളിലൊക്കെ കുട്ടികൾ വഴിതെറ്റി പോവാറുണ്ട്. പക്ഷെ ഈ ലഹരി ഉപയോഗമൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റി അതിന് പ്രതിവിധികൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നല്ലാതെ എന്താണ് ഇത്തരത്തിലുള്ള വാർത്തകളോട് പ്രതികരിക്കേണ്ടതെന്ന് അറിയാത്ത സിറ്റുവേഷനിലാണ് മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സത്യാവസ്ഥ? ലഹരിക്ക് അടിമപ്പെട്ടതാണോ, അതോ കാമുകിയെ സ്വീകരിക്കാൻ വീട്ടുകാർ തടസ്സം പറഞ്ഞതിന് പ്രതിഷേധിച്ചിട്ടുള്ള കൊലപാതകമാണോ, അതല്ല മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എന്നാലും വല്ലാത്തൊരു ഷോക്കായ ഒരു വാർത്തയായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിയും ബോധവും നൽകട്ടെ, മനുഷ്യത്വം കൊടുക്കട്ടെ, നല്ല എമ്പതിയുള്ള മക്കളായ എല്ലാ മക്കളും വളരട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. താങ്ക് യു. സ്റ്റേ ട്യൂൺഡ്.